24 ബ്രേക്കിംഗ് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച മഞ്ഞക്കുറ്റി കാരണം വലയുകയാണ് എറണാകുളം ആലുവയിലെ കുടുംബങ്ങൾ. സർവേ നടത്തിയ ഭൂമി ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഭൂവുടമകൾ ചൂണ്ടിക്കാട്ടുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയ ഭൂമിയുടെ വില കുത്തനെ ഇടിച്ചു താഴ്ത്തിയെന്നും ആക്ഷേപമുണ്ട്. ആലുവ കുട്ടമശ്ശേരിയിലെ ഇസ്മയിൽ എന്ന സാലു ഒരു കൊല്ലം മുമ്പ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതാണ് ഈ ബോർഡ്. സെന്റിന് 7 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഭൂമിക്ക് ഇന്ന് കച്ചവടക്കാർ പറയുന്നത് 4 ലക്ഷത്തിൽ താഴെ മാത്രം. കാരണം സാലുവിന്റെ വീട് സിൽവർ ലൈനിന്റെ ബഫർ സോണാണ്. തൊട്ടു പിന്നിലാണ് 2022 മഞ്ഞക്കുറ്റി സ്ഥാപിച്ചത്. ഇവിടെ ആവറേജ് 7 രൂപ 7 രൂപ ആവറേജ് വില ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ വന്ന് പറയുന്നത് 4 രൂപ പറയുന്നത്. ഭയമുണ്ട്, തീർച്ചയായിട്ടും ഭയമുണ്ട്. ഇറങ്ങിക്കണെങ്കിൽ കുഞ്ഞുങ്ങളുടെ റോഡിലേക്ക് ഇറങ്ങണം. ഒരാളല്ല 10-25,000 വീട്ടുകാർ റോഡിലേക്ക് തെരുവിലേക്ക് ഇറങ്ങണം. ഇതുപോലെ നിരവധി പേരാണ് ഈ മേഖലയിലുള്ളത്. ആശുപത്രി ആവശ്യത്തിനോ പഠനത്തിനോ വിവാഹത്തിനോ സ്ഥലം വിൽക്കാനോ പണയം വെക്കാനോ സാധിക്കാതെ നിരവധി പേർ. പാതി വഴിയിൽ നിർമ്മാണം നിലച്ച വീടുകളും അനവധിയാണ്. ക്രയവിക്രയം ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല. അഥവാ എന്തെങ്കിലും ഒരു എമർജൻസി കേസിന് വേണ്ടി ഇപ്പോൾ നമുക്കൊരു രോഗമോ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അവിടെ എന്തായാലും വരുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയാണ്. അപ്പോൾ അവിടെയും സാധാരണക്കാർ തന്നെയാണ് ഇരകൾക്ക് മേൽ ഇരയാകുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പുറമെയാണ് പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ. ക്രിമിനൽ കേസുകളിൽ പോലും പ്രതിയായതോടെ പാസ്പോർട്ട് ലഭിക്കാതെ പോയവരും ഇന്നും കേസിന് പിന്നാലെ നടക്കുന്നവരും ഒരുപാടുണ്ട്. ലാൽകൃഷ്ണ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.